ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ ഭാവനാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇന്ന് നമ്മൾ കാണുന്നത് ഇസ്രയേൽ രാജാവായ ആഹാബിനെ കുറിച്ചാണ്. ആഹാബ് ജസ്രയേൽക്കാരനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിനോട് വലിയ ആഗ്രഹം തോന്നി. നാബോത്ത് ജസ്രയേൽക്കാരനായിരുന്നു. അവന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ്റെ മുന്തിരിത്തോട്ടത്തിനടുത്താണ് ജസ്രയേലിൽ ആഹാബ് രാജാവിൻ്റെ വസതി ഉണ്ടായിരുന്നത്. രാജാവ് നാബോത്തിനോട് പറഞ്ഞു, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരിക, അല്ലെങ്കിൽ ഇതിന് പകരം മറ്റൊരു നല്ല മുന്തിരിത്തോട്ടം നിനക്ക് ഞാൻ തരാം. നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതൃസ്വത്താണിത്. കർത്താവെ, പിതൃസ്വത്ത് വിൽക്കുവാൻ എന്നെ അനുവദിക്കരുതേ എന്ന് നാബോത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് കേട്ട് ക്ഷുഭിതനായി രാജാവ് കൊട്ടാരത്തിലേക്ക് എത്തി. അവൻ മുഖം തിരിച്ചു കടന്നു. അവൻ ഭക്ഷണം കഴിച്ചില്ല. ഇതറിഞ്ഞ് അവൻ്റെ ഭാര്യ ജസബൽ വന്ന് ചോദിച്ചു, എന്താണ് ഇത്ര ക്ഷുഭിതനായിരിക്കുന്നത്? അവൻ പറഞ്ഞു, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ ചോദിച്ചു, അവൻ തരികയില്ലെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങളല്ലേ ഇസ്രായേലിൻ്റെ രാജാവ്, നിങ്ങളല്ലേ ഇസ്രായേലിൻ്റെ രാജ്യം ഭരിക്കുന്നത്. അവൾ മുദ്രപത്രത്തിൽ അവൾ രാജാവിൻ്റെ രേഖയും മുദ്രപത്രത്തിൽ അല്ലെങ്കിൽ രാജാവിൻ്റെ ഒരു രേഖ ഉണ്ടാക്കി അതിൽ രാജാവിൻ്റെ ഒപ്പും സീലും വെച്ച് അവൾ പറഞ്ഞയക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അവൾ പോകുന്നത് ഒരു കുടില ബുദ്ധിയാണ്. നാബോത്തിനെ എങ്ങനെയും കൊന്നുകളയണം. അതിനുവേണ്ടി അവർ പ്രഭുക്കന്മാരെ വിളിച്ചു കൂട്ടുകയും എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മധ്യത്തിൽ നാബോത്തിനെ ഇരുത്തണം. ഒരു ചതിപ്രയോഗത്തിലൂടെ അവനെ കൊന്നുകളയുവാൻ ശ്രമിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രമാണങ്ങൾ ലംഘനമാണ്. അയൽവാസിയുടെ സ്ഥലം എങ്ങനെയും കൈവശമാക്കണം. അവൻ്റെ അതിരുകല്ല് മാറ്റിയിട്ട് അത് സ്വന്തം കൈവശമാക്കാനുള്ളൊരു ശ്രമമുണ്ട്. അതിരുകല്ല് കടപ്പുണ്ടെങ്കിലും ആരും അറിയാതെ മാറ്റി സ്ഥാപിക്കുന്നു. അവൻ്റെ സ്ഥലത്തിലേക്ക് കയ്യേറുന്നു. ഇപ്പോൾ നാബോത്തിന് ആ മുന്തിരിത്തോട്ടം കിട്ടാൻ പോവുകയാണ്. പക്ഷേ അവനും അവൻ്റെ കുടുംബാംഗങ്ങളും തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവൻ്റെ രക്തം വീണ സ്ഥലത്ത് നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. ആരെയും ചതിക്കാതിരിക്കുക, ആരുടെയും വസ്തു കയ്യേറാതിരിക്കുക, ആരുടെയും അതിരുകല്ല് മാറ്റിയിടാതിരിക്കുക. സ്നേഹനാഥനെ ഈശോയെ, അനേകർക്ക് ബോധം തെളിയുവാൻ ഇടവരുത്തണമേ. അവരുടെ ഉള്ളങ്ങളെ നീ തുറന്നു കൊടുക്കണമേ. ആതിരേയമായ കണ്ണുകൾ കൊണ്ട് സകലതിനെ നോക്കിക്കാണുവാനുള്ള കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കണം.